വളരെക്കാലം മുമ്പ് കടലിനടുത്തുള്ള ഒരു വെയിൽ നിറഞ്ഞ ഗ്രാമത്തിൽ കൊക്കോ എന്നൊരു പച്ച തത്ത താമസിച്ചിരുന്നു. കൊക്കോയ്ക്ക് ആളുകളെപ്പോലെ സംസാരിക്കാൻ കഴിയുമായിരുന്നു, കേട്ടതെല്ലാം പകർത്താൻ ഇഷ്ടമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ കൊക്കോ മാർക്കറ്റിനടുത്തുള്ള പഴയ മാമ്പഴത്തിൽ ഇരുന്നു വിൽപ്പനക്കാരുടെ വാക്കുകൾ ശ്രദ്ധിച്ചു. പുതിയ വാഴപ്പഴം, ഒരാൾ വിളിച്ചു. മധുരമുള്ള തേങ്ങ, മറ്റൊരാൾ വിളിച്ചു. താമസിയാതെ കൊക്കോ അതേ കാര്യങ്ങൾ പറയാൻ പഠിച്ചു. ഒരു ദിവസം വിൽപ്പനക്കാർ വൈകിയപ്പോൾ കൊക്കോ വിളിച്ചു, പുതിയ വാഴപ്പഴം, മധുരമുള്ള തേങ്ങ. വിൽപ്പനക്കാർ എത്തിയെന്ന് കരുതി ഗ്രാമവാസികൾ കൊട്ടകളുമായി വേഗം വന്നു. തത്തയെ മാത്രം കണ്ടപ്പോൾ എല്ലാവരും വയറുവേദനിക്കുന്നത് വരെ ചിരിച്ചു. പക്ഷേ കൊക്കോ വെറും തമാശക്കാരനല്ല, അവനും മിടുക്കനായിരുന്നു. ഒരു വൈകുന്നേരം ഒരു കള്ളൻ മാർക്കറ്റിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ചു. ഒരു കൊട്ട പഴം എടുക്കുമ്പോൾ കൊക്കോ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, കള്ളൻ, കള്ളൻ, അവനെ പിടിക്കൂ. ഗ്രാമവാസികൾ ഓടിയെത്തി ആ മനുഷ്യനെ കൈയോടെ പിടികൂടി. അന്നുമുതൽ കൊക്കോ ഗ്രാമത്തിലെ കോമാളി മാത്രമായിരുന്നില്ല, അവൻ അവരുടെ ചെറിയ നായകനുമായിരുന്നു. കുട്ടികൾ അവന് ചിയഞ്ഞ പേരൊക്കെ കൊടുത്തു. വിൽപ്പനക്കാർ അവന് ഏറ്റവും നല്ല പരിപ്പ് കരുതി വച്ചു. എല്ലാ വൈകുന്നേരവും കൊക്കോ മുഴുവൻ ഗ്രാമത്തിനുവേണ്ടി നൃത്തം ചെയ്യുകയും പാടുകയും ചെയ്തു.